കാണാൻ പറ്റുന്നില്ലേടാ സ്ക്രീന്? എക്സാമിന്റെ ടെൻഷനിലായോണ്ടാന്ന് തോന്നുന്നു ഇപ്പം റെസ്പോൺസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, വാട്ട് എവർ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏകദേശം ആൾക്കാർ അയച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതെ ടെൻഷൻ ആണ് എന്നാണോ ഉദ്ദേശിച്ചത്? അതൊക്കെ എത്തും, നമുക്ക് തോന്നിയ എവിടെ എത്തുന്നില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു ടെൻഷനും നെർവസ്നെസ് ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെയും എന്തായാലും എങ്ങനെയുള്ള ആൾക്കാരായാലും ടെൻഷൻസ് ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പറ, പോരട്ടെ. ഊരുന്നുണ്ട്. കുറച്ചുകൂടെ റെസ്പോണ്ട് ചെയ്യ്. എത്ര 95 ആയി? 96. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് വുഡ് അപ്ലൈ ടു ഫീൽഡ് റിസർച്ച്? ഫീൽഡ് റിസർച്ചിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഫീൽഡ് റിസർച്ച് എന്ന് കാണുമ്പോഴേ നമ്മൾ എന്താണ് ഫസ്റ്റത്തെ രണ്ട് ഓപ്ഷൻസ് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും അല്ലേ? പിന്നെ ബാക്കിയുള്ളത് സി ഓർ ഡി ആണ്. ആ സി ഓർ ഡിന്ന് ഏതെങ്കിലും ഒന്നാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് വരാം. ഫീൽഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ എന്താണ് നമ്മൾ ഫീൽഡിൽ പോയി അല്ലെങ്കിൽ നാച്ചുറൽ സെറ്റിംഗ്സിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നു, അതല്ലേ ഫീൽഡ് റിസർച്ചിൽ വരാം. അപ്പൊ എല്ലാവരും ഒരേ ഉത്തരം തന്നെ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നമുക്കൊരു ഡി ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം സ്മോൾ ഗ്രൂപ്പ് സ്റ്റഡി ഓഫ് റാൻഡം ബിഹേവിയർ, പ്ലേ ആൻഡ് റോൾ അനാലിസിസ് എന്നൊക്കെ വരുമ്പോൾ. പക്ഷെ സി തന്നെയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരിക. കാരണം ഡി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി ഒരു വേഗാണ്. ലൈക്ക് അത് നാച്ചുറൽ സെറ്റിംഗ്സിൽ, അത് കുറച്ചും കൂടി കൺട്രോൾഡ് സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിട്ടൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾക്കത് ഫീൽഡ് റിസർച്ചിലേക്ക് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആവുക നമ്മൾ ഇന്റർവ്യൂ ത്രൂ ആയിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താണ്, പേഴ്സണൽ ഇന്റർവ്യൂ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരാം. ഇതിലാർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ ക്വസ്റ്റ്യനില്? നമുക്ക് പതിയെ അടുത്തിലോട്ട് പോവാട്ടോ. സേസ് എനിത്തിങ് കമന്റ് ചെയ്യാം, ഐ മീൻ ചാറ്റ് ബോക്സിൽ പറയാം. യെസ്, ദിസ് ഈസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കണ്ടന്റ് അനാലിസിസ് റിഗാർഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതില് ശരി ഏതാ തെറ്റ് ഏതാന്നാണ് ചോദ്യം. എവിടെ പോയല്ലോ? ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? It is a very transparent research method ആണ്. Replications and follow-up studies are not feasible in content analysis. പിന്നെ എന്താ, it can allow a certain amount of longitudinal analysis with relative ease. It can be applied to a wide variety of different kinds of unstructured textual information. ഒരു 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. യെസ്, ഓപ്ഷൻസ് പോരുന്നുണ്ട്. യെസ്, ആർക്കെങ്കിലും കുറച്ചുകൂടെ വായിച്ചു നോക്കാൻ സമയം വേണോ? വേണമെങ്കിൽ സമയം എടുക്കാം കേട്ടോ. യെസ്, ബി പറയുന്നുണ്ട്. മെജോറിറ്റി അല്ല, എല്ലാവരും ബി തന്നെ. റിസർച്ചിന്റെ ഒരു റിവിഷൻ ഐഫൽസ് റൂമിൽ വെക്കാൻ നോക്കാം കേട്ടോ. ഞാനോ അല്ലെങ്കിൽ വർഷം ആരെങ്കിലും ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പൊ എന്തായാലും നമുക്ക് ഉത്തരത്തിലോട്ട് പോയാലോ? പോവാം. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ പറയാമോ വാട്ട് ഈസ് കണ്ടന്റ് അനാലിസിസ് എന്നുള്ളത്? ഒന്ന് സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് അനാലിസിസിൽ എന്തായിരിക്കും വരിക? നമ്മൾ ആ ഇതിൽ തന്ന പോലെ തന്നെ കണ്ടന്റ് അനലൈസ് ചെയ്യുന്നു. അത് തന്നെയാണ് ശരിക്കും കണ്ടന്റ് അനാലിസിസിൽ വരിക. അപ്പൊ നമ്മളൊരു റിസർച്ച് മെത്തേഡ്, അതായത് നമുക്ക് ആ ഒരു നമ്മുടെ റിസർച്ച് ടോപ്പിക്കിനെ പറ്റിയുള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ വീഡിയോസ് ആവാം, ആർട്ടിക്കിൾസ് ആവാം, എന്തായാലും നമ്മൾ അതൊക്കെ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ്, നമ്മൾ കുറച്ച് തീംസ് ആയിട്ട് ആക്കുമല്ലോ. ഇപ്പൊ നമ്മളുടെ ഒരു റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു എൽഡർലി റിലേറ്റഡ് അല്ലെങ്കിൽ എൽഡർലീസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് റിലേറ്റഡ് ഒക്കെയാണ് നമ്മളുടെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ആണെങ്കിൽ അങ്ങനെയാണെന്നെങ്കിൽ എന്താണ്, എൽഡർലീസിന്റെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒരു തീം ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതായത് ലോൺലിനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്പേസ് കിട്ടുന്നില്ല ഉള്ള പ്രശ്നമായിരിക്കാം, എന്തോ ആവാം. അപ്പൊ ആ ഒരു തീംസിൽ നമ്മളുടെ ഈ കണ്ടന്റ്സും അനലൈസ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം ആ ഒരു കണ്ടന്റ്സ് ആയിട്ട് നമ്മൾ ഈ തീമായിട്ട് എത്രത്തോളം അത് റിപ്പീറ്റ് ചെയ്ത ആ ഒരു സാധനം വരുന്നുണ്ടല്ലേ, ലോൺലിനെസ് എന്നുള്ളത് ഏതൊക്കെ ടെക്സ്റ്റിൽ ഏതൊക്കെ കോണ്ടന്റ്സിൽ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അത് പോകുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് ഉള്ള ആ ഒരു പ്രോസസ്സാണ് ശരിക്കും കണ്ടന്റ് അനാലിസിസിൽ വരുന്നത്. അപ്പൊ ഈ കണ്ടന്റ് അനാലിസിസ് റിഗാർഡ് ചെയ്തിട്ടുള്ള ഒരു 4 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അതില് എ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ വെരി ട്രാൻസ്പെറന്റ് റിസർച്ച് മെത്തേഡ്. വളരെ ശരിയാണ്, അത് ഒരു ട്രാൻസ്പെറന്റ് റിസർച്ച് മെത്തേഡ് ആണ്. കാരണം നമ്മൾ എന്താണ് സെർച്ച് ചെയ്തെടുക്കുന്ന ടെക്സ്റ്റ് ആവാം, വീഡിയോസ് ആവാം, ആ ഒരു കണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ടൈപ്പിലല്ലേ. നല്ല നമ്മളെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല, അത് ആർക്കായാലും ഫീസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോ ഈ ഒരു കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് ആണ്. ആൻഡ് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ബി എന്താ പറയുന്നത്? റെപ്ലിക്കേഷൻസ് ആൻഡ് ഫോളോ അപ്പ് സ്റ്റഡീസ് ആർ നോട്ട് ഫീസിബിൾ. നോട്ട് ഫീസിബിൾ ഇൻ കണ്ടന്റ് അനാലിസിസ്. ആ നോട്ട് എന്നുള്ള വേർഡാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ റോങ് ആക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്നല്ല, റീസൺ എന്ന് പറയുന്നത് ആ നോട്ട് ഫീസിബിൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ആ ഒരു വേർഡാണ്. അതായത് നമ്മൾ ഈ കണ്ടന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, വേറൊരാൾക്ക് നമ്മുടെ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യാനും റെപ്ലിക്കേഷൻസ് റിപ്പീറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന ഒരു റിസർച്ച് മെത്തേഡ് ആണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ റിപ്ലിക്കേഷൻസ്, ഫോളോ അപ്പ് സ്റ്റഡീസ് ഒക്കെ ഇതിൽ ഫീസിബിൾ ആണ്, പോസിബിൾ ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. പിന്നെ സി എന്താ പറയുന്നത്? ഇറ്റ് ക്യാൻ അലൗ എ സർട്ടൻ എമൗണ്ട് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ അനാലിസിസ് വിത്ത് റിലേറ്റീവ് ഈസ്. അതായത് കണ്ടന്റ് അനാലിസിസിൽ വരുമ്പോൾ നമുക്ക് ഏതോ ഒരു ഇപ്പൊ നമ്മൾ 2025 നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു എൽഡർലീസിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് 2000 മുതലുള്ള ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു ട്രെൻഡിന്റെ ഒരു ചേഞ്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ചേഞ്ച് എങ്ങനെയാണെന്നുള്ള ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി നമുക്ക് കണ്ടന്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സി ഓപ്ഷൻ പറയുന്നത്. അപ്പൊ എന്താണ്, സിയും കറക്റ്റ് ആണ്. പിന്നെ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വൈഡ് വെറൈറ്റി ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അൺസ്ട്രക്ചർഡ് ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ. യെസ്, അൺസ്ട്രക്ചർഡ് ആയിട്ടുള്ള എന്ത് ടൈപ്പ് ഓഫ് ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ ആണെങ്കിലും അതിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ ഒക്കെ പാറ്റേൺ എങ്ങനെയാണെന്നോ അതിൽ വരുന്ന ഐഡിയാസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഏത് തരത്തിലുള്ള ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ ആണെങ്കിലും എങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണെങ്കിലും നമുക്ക് അതിൽ കണ്ടന്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. A, C and D is the right statements. So we'll move on to our next question. Okay, ഇതാണ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. മാച്ച് ദ ലിസ്റ്റ് 1 with ലിസ്റ്റ് 2. നമുക്ക് ലിസ്റ്റ് 1ൽ എന്താണ്, നമ്മൾ ഇന്നലെ അല്ല, നമ്മൾ ഫ്രൈഡേ ചെയ്തപ്പോഴും ഇതുപോലത്തെ അല്ല, പക്ഷെ വേറൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിലേറ്റഡ് ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പിന്നെ ഏതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു, വേറെന്തോ 2 സാധനങ്ങൾ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും മീനും അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു അതെ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും മീനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഇവിടെ എന്താണ്, നമുക്ക് പോപ്പുലേഷൻ മീൻ തന്നിട്ടുണ്ട്, അതാണ് മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 1/n സിഗ്മ xi സ്ക്വയർ, അത് മീൻ ഓഫ് സ്ക്വയേഴ്സ് ആണ്. മീൻ ഓഫ് സ്ക്വയേഴ്സും തന്നിട്ടുണ്ട്, നമുക്ക് മീനും തന്നിട്ടുണ്ട്,
ഇപ്പുറത്തെ കോളത്തിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് എടുക്കണം. യെസ്, എല്ലാവരും ഡി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. കഴിഞ്ഞോ? കുറച്ചും കൂടെ ആൻസേഴ്സ് പോരട്ടെ. എന്തായാലും പ്രോബ്ലം ക്വസ്റ്റ്യൻ അല്ലേ, കുറച്ച് ടൈം എടുത്തോ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതിലുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസും തിയറി ബേസ്ഡ് ആണ്. So it won't take much time. So I'll explain this. നിങ്ങൾ ട്രൈ ചെയ്യൂ, കുറച്ച് പേരുടെ ട്രൈ ചെയ്യും. കുറച്ച് ആൻസേഴ്സ് അല്ലേ വന്നുള്ളൂ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമുക്ക് എല്ലാ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അതിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് പോപ്പുലേഷൻ വേരിയൻസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ 1/n സിഗ്മ xi സ്ക്വയർ മൈനസ് പോപ്പുലേഷൻ മീൻ സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/n സിഗ്മ xi സ്ക്വയർ മൈനസ് മീൻ സ്ക്വയർ, അങ്ങനെ വരും. ഈ 1/n സിഗ്മ xi സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നുമില്ല, അത് മീൻ ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഈ സിഗ്മ xi സ്ക്വയർ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ, അതായത് സിഗ്മ, ഈ ക്യാപിറ്റൽ സിഗ്മ പറയുന്നത് ഓരോ, നമ്മളിപ്പോ 1 + 2 + ഈ എക്സിന്റെ തന്നെ x1 + x2 + x3 അങ്ങനെ കുറെ എക്സിന്റെ എന്താണ് എഡീഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ ക്യാപിറ്റൽ സിഗ്മ യൂസ് ചെയ്യുക. അപ്പോ സിഗ്മ എന്താണ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/n സിഗ്മ xi സ്ക്വയർ മൈനസ് പോപ്പുലേഷൻ മീൻ ദി ഹോൾ സ്ക്വയർ. അതാണ് ഇക്വേഷൻ വരിക. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം പറഞ്ഞാൽ മതി. എന്താണ്, സിഗ്മ, എന്റെ ഇതിലെ ടൈപ്പിംഗ് ഭയങ്കര അബദ്ധമാണ്. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n സിഗ്മ xi. ഇവിടെ ചാറ്റിൽ ഇത് എങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്യാ? 1/n സിഗ്മ xi സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. അപ്പൊ ഈ സ്ക്വയർ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോ എന്താണ്, അത് റൂട്ട് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം. കേട്ടോ. ഉത്തരം എന്താണ്? ഡി തന്നെയാണ് ഉത്തരം വരിക. അതായത് നമുക്കിപ്പോ ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, സിഗ്മയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പൊ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ 1/n സിഗ്മ xi സ്ക്വയർ. അതെന്താണ്, ഇത് മീൻ തന്നെയാണ്, പക്ഷെ മീൻ നമ്മൾ എന്താ, മീൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ കിട്ടുന്ന ഡാറ്റനെ 1 2 3 4 ആ 4 നമ്പേഴ്സ് നമുക്കില്ല, എങ്കിൽ 1 + 2 + 3 + 4/4 അതല്ലേ മീൻ വരിക. ഈ 1/n സിഗ്മ xi സ്ക്വയർ എന്താ, 1² + 2² + 3² + 4²/4. അതാണ് മീൻ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. യെസ്, അത് തന്നെയാണ് ഉത്തരം വരിക. അതായത് 1/n സിഗ്മ xi സ്ക്വയർ ഇതിൽ എന്താ, 61 ആണ്. അപ്പൊ നമുക്ക് 61 നമ്മുടെ കയ്യിലുണ്ട്, മൈനസ് 5² എന്താ, 25. ഇത് നമുക്ക് എന്ത് വരും, 25 എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ചെയ്താൽ 36 കിട്ടും. അപ്പൊ റൂട്ട് ഓഫ് 36 എന്താ, റൂട്ട് ഓഫ് 36 ഈക്വൽ ടു 6. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് വൺ എ നമുക്ക് എന്തായി, 6 ആയി. അപ്പൊ എ 6 ആയപ്പോ തന്നെ ഈ A4 വരുന്നത് ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോ രണ്ടാമത് നോക്കിയാൽ എന്തായിരിക്കും,
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 85 മൈനസ് 6 സ്ക്വയർ. 85 മൈനസ് 36 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 49 കിട്ടും. 49 കിട്ടില്ലേ? 85 മൈനസ് 36 നമുക്ക് 49 കിട്ടും. അപ്പൊ 49 എന്ന് പറയുമ്പോൾ നമുക്ക് 7 കിട്ടും. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? 1i. അതുപോലെ നമുക്ക് റൂട്ട് ഓഫ് 113 മൈനസ് 7 സ്ക്വയർ എന്താ? 49. 113 മൈനസ് 49 എന്ന് പറയുമ്പോൾ നമുക്ക് 64 കിട്ടും. 64 എന്താ? 64 is equal to റൂട്ട് ഓഫ് 64 എന്ന് പറയുമ്പോൾ 8 അല്ലേ? അങ്ങനെ കിട്ടും. പിന്നെ അതേപോലെ C3 അല്ലേ? ഇല്ല. ഓക്കെ, അതേപോലെ നമുക്ക് റൂട്ട് ഓഫ് 145 മൈനസ് 8 സ്ക്വയർ എന്താ? 64. അത് നമുക്ക് 81 കിട്ടും. 81 എന്ന് പറയുമ്പോൾ അത് 9 വരും. അപ്പൊ നമുക്ക് എന്താണ്? A 4 കിട്ടി, B എന്ത് കിട്ടി? B 1 കിട്ടി, C 3 കിട്ടി, D 2 കിട്ടി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇക്വേഷൻ ഒന്നുമില്ല, നമുക്ക് മീൻ ഓഫ് സ്ക്വയർസും തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ മീനും തന്നിട്ടുണ്ട്. നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെടുക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് ഇക്വേഷൻ ഇല്ല, പക്ഷെ പോപ്പുലേഷൻ വേരിയൻസിന് ഇക്വേഷൻ ഉണ്ട്. പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പൊ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർസ് മൈനസ് പോപ്പുലേഷൻ മീൻ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. നമുക്കത് മാച്ച് ചെയ്ത് പോവാം. ഈ ഇക്വേഷൻസ് ഒക്കെ ഇന്നലെ നമ്മൾ കോഷ്യന്റ് വേരിയേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻ ഒക്കെ ഓർത്ത് വെച്ചോട്ടോ. മാത്സ് ഫോളോയിങ് ആയിട്ടല്ലെങ്കിലും എങ്ങനത്തെ ആയാലും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എന്തായാലും റിസർച്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഐ ഹോപ്പ് ഇത് ഓക്കെ ആണെന്ന്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിന്റെ റൂട്ട് ആണോ? അതെ, റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അതായത് വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ് വരിക. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ അത് എന്താവും? റൂട്ട് ഓഫ്. യെസ്, ഇതെല്ലാവർക്കും അറിയാവുന്നല്ലോ. നമുക്കൊരു ഡാറ്റ സെറ്റിലുള്ള എന്താണ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഈ ഡാറ്റ സെറ്റിലുള്ള കുറച്ച് പെർസെന്റേജ് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു ഇൻക്രീസിങ് ഓർഡറിൽ അതായത് ചെറുതിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യണം. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ബേസിക്കലി അത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ആ ഒരു പൊസിഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ആരെങ്കിലും നോക്കാനുണ്ടോ? നമുക്ക് ആൻസറിലേക്ക് പോവാം. നമുക്ക് 7th ഡെസൈൽ തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്, തേർഡ് ക്വാർട്ടൈൽ തന്നിട്ടുണ്ട്, 78th പെർസെന്റൈലും തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. എല്ലാവരും കറക്റ്റ് ആയിരുന്നു. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഡെസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, 50, 70, 75, 78 അതാണ് വരിക. ഡെസൈൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 100%, നമുക്ക് ഈ ഒരു സാധനത്തിനൊക്കെ നമുക്ക് പെർസെന്റൈലിലേക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്താൽ മതി. ആ പെർസെന്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 50, 70, 75, 78 പെർസെന്റൈൽ എന്നൊക്കെ വരും. അതായത് ഡെസൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡാറ്റനെ 10ആയിട്ട് ഡിവൈഡ് ചെയ്ത ആ ഓരോ അതിനെയാണ് ഡെസൈൽ എന്ന് പറയുക. അപ്പൊ 7th ഡെസൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു 100% അല്ലെങ്കിൽ 100% അല്ലേ നമുക്ക് മാക്സിമം കിട്ടുക. അപ്പൊ ആ ഒരു 100% നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ 7th ഡെസൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? 70th ആണ് അതിന്റെ പൊസിഷൻ വരിക. 70th പെർസെന്റൈലായിട്ട് വരിക. അപ്പോ ഇതിൽ നമുക്ക് ഈ ഒരു പൊസിഷനെ നമുക്ക് പെർസെന്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 70 കിട്ടും. മീഡിയൻ പണ്ടേ നമ്മൾ പഠിക്കുന്നതല്ലേ, മീൻ മീഡിയം മോഡൊക്കെ. എന്താണ്? ഒരു ഡാറ്റാബേസിന്റെ ആ ഒരു മിഡിൽ പോർഷൻ അല്ലെങ്കിൽ മിഡിലുള്ള ആ ഒരു നമ്പറിനെ നമ്മൾ മീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ മീഡിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? മീഡിയൻ എപ്പോഴും 50th പെർസെന്റൈലായിരിക്കും അല്ലേ?
യെസ് 50 ആണ് മീഡിയൻ ആയിട്ട് വരാം. പിന്നെ തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോ ഡെസൈൽ നമ്മൾ 10 ആയി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ എന്താ 75 വരും. 75th പെർസെന്റൈലാണ് തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ വരും. പിന്നെ 78th പെർസെന്റൈൽ നമുക്ക് 78 അങ്ങനെ തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ചെറുതിന് വലുതിലേക്കായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് മീഡിയൻ വരും, 50th പെർസെന്റൈൽ വരും, പിന്നെ ഏത് വരും 7th ഡെസൈൽ വരും. ഡെസൈലാണോ ഡെക്കയിലാണോ? 7th ഡെസൈൽ വരും, പിന്നെ നമുക്ക് തേർഡ് ക്വാർട്ടൈൽ വരും, പിന്നെ 70th പെർസെന്റൈൽ വരും. അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? ജസ്റ്റ് നമ്മൾ പെർസെന്റൈലേക്ക്, അതായത് റാങ്ക് ആയിട്ട് അതിനെ മാറ്റുന്നു മാത്രം, വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു റിസർച്ച് പേപ്പറിന്റെ ഒരു ബോഡി എഴുതുമ്പോൾ നമ്മൾ അതിന് കുറച്ച് ഓർഡർ ഒക്കെ കീപ്പ് ചെയ്യണം അല്ലേ. നമുക്ക് തോന്നുന്ന പോലെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു റിസർച്ച് പേപ്പറിന്റെ ഒരു ബോഡി നമ്മൾ എഴുതുന്ന ടൈമിൽ ആ ഒരു കറക്റ്റ് ഓർഡർ എന്താണെന്ന ചോദ്യം. യെസ്, ഇതിൽ ശരിക്കും നമുക്ക് ഒറ്റൊന്ന് അറിഞ്ഞാൽ മതി. ഒറ്റൊന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള വരും. കാരണം ഫസ്റ്റത്തെ പൊസിഷനിൽ EBCD എന്നുള്ളത്, അതിൽ നമുക്ക് ഫസ്റ്റത്തെ ഏതാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയൊന്നും അറിയണം നിർബന്ധമില്ല. പക്ഷെ ഇത് നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതായിരിക്കും. യെസ്, ആൻസേഴ്സ് വരുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? പ്രൊസീജിയേഴ്സ് തന്നിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, മെത്തഡോളജി, അതൊക്കെ പ്രൊസീജിയേഴ്സിൽ വരും. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്തതിനുള്ള ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, റിസൾട്ട് ഉണ്ട്, ആബ്സ്ട്രാക്ട് ഉണ്ട്. ഇതിൽ ഒരു കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, എല്ലാ ഏകദേശം ആൻസേഴ്സ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് ഉത്തരത്തിലോട്ട് പോയാലോ? ആർക്കെങ്കിലും ടൈം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എല്ലാവരും ഓപ്ഷൻ എ തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പൊ എന്താണ്, ഫസ്റ്റ് നമ്മൾ എന്താ നമ്മളൊരു സ്റ്റാൻഡേർഡ് റിസർച്ച് പേപ്പർ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് അതിന്റെ ആബ്സ്ട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക. ആബ്സ്ട്രാക്റ്റിൽ എന്താണ്, ആബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, സമ്മറി. സമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത്, നമ്മൾ മെത്തേഡ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, മൊത്തത്തിലുള്ള ആ ഒരു സമ്മറി ആ ഒരു ആബ്സ്ട്രാക്റ്റിൽ ഉണ്ടാവും. അപ്പൊ ആ ആബ്സ്ട്രാക്റ്റ് ആണ് നമ്മൾ എപ്പോഴും റിസർച്ച് പേപ്പറിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുക. പിന്നെ നെക്സ്റ്റ് ആണ് ഏത് വരിക, ഇൻട്രൊഡക്ഷൻ വരിക. ഈ മിക്കവാർക്കും കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഈ ബിയും ഡിയിലും ഫസ്റ്റ് ആയിട്ട് ബി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തില് ചിലപ്പം ആ ഒരു ഇതില് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഐ തിങ്ക് ആബ്സ്ട്രാക്ട് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാന്നുള്ളത്. അപ്പോ ഇൻട്രൊഡക്ഷൻ വരും, പിന്നെ ഏത് വരും അതെന്നാണ് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വരും, പിന്നെ എന്ത് വരും, മെത്തഡോളജി പാർട്ട് വരും. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്ത്, എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്തത്, കാര്യങ്ങളൊക്കെ മെത്തഡോളജിയിൽ വരും. പിന്നെ എന്താ വരിക, പിന്നെ റിസൾട്ട്, നമ്മളെ റിസൾട്ട് എന്തൊക്കെയാ നമുക്ക് കിട്ടിയെന്നുള്ളത് പിന്നെ വരും. ലാസ്റ്റ് കൺക്ലൂഷൻ വരും. അപ്പോ ഈ ആബ്സ്ട്രാക്റ്റ് ആണ് ഫസ്റ്റ് വരിക, ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് സെക്കൻഡ് വരും, ഇത് തേർഡ് വരും, റിസൾട്ട് എന്നുള്ളത് ഫോർത്ത് വരും, കൺക്ലൂഷൻ എന്നുള്ളത് ഫിഫ്ത്തിൽ വരും. So answer is option A. Okay. So we'll move on to next question. Which of the databases are likely to use for research topics related to biology? Biology related ചെയ്തിട്ടുള്ള research topics എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഡാറ്റാബേസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെ റിലേറ്റഡ് സാധനങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മൾ റിസർച്ചിനൊക്കെ, നമ്മൾ PGയിലെ റിസർച്ചിനൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ പബ്മെഡ്, ജിയോറെഫ്, മാത്സ്, നെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഫീൽഡിനനുസരിച്ച് നമ്മളിപ്പോ ഏതാണോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. യെസ്,
ആൻസേഴ്സ് പോരുന്നുണ്ട്. കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോവാം. ഇതില് ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് ടോപ്പിക്സ് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ഏതാണെന്നാണ് ചോദ്യം അല്ലേ? ഓക്കെ, പബ്മെഡ് ആണ് നമ്മൾ ബയോളജി റിലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പറയുന്നത്. അതായത് ഈ പബ്മെഡ് എന്ന് പറയുന്നതിൽ മിക്കപ്പോഴും ബയോളജിയോ ബയോമെഡിക്കൽ ബയോടെക്നോളജി അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പബ്മെഡിൽ മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പം ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പബ്മെഡ് യൂസ് ചെയ്യും. പിന്നെ അതേപോലെ EI കോമ്പറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് റിസർച്ച് റിലേറ്റഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ്. GeoRef എന്ന് പറയുമ്പോൾ ജിയോളജി റിലേറ്റഡ് ആണ്. മാത്സൈനെറ്റ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആണ്. അത് ആ ഒരു സ്റ്റാർട്ടിംഗ് വേർഡ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റ് ആണ് എന്താണ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബയോളജി ഇല്ലാത്ത എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ സെയിം ഓപ്ഷൻസ് വെച്ചാണെങ്കിൽ നമ്മൾ EI കോമ്പറ്റിക്സ് ആണ് യൂസ് ചെയ്യേണ്ട ആൻസർ കൊടുക്കേണ്ടത്. പബ്മെഡ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് വരും. GeoRef ജിയോളജി വരും. മാത്സൈനെറ്റ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ടോപ്പിക്സ് ആയിരിക്കും ഈ ഒരു ഡാറ്റാബേസിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. അവിടെ EI കോമ്പറ്റിക്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിനൊക്കെയാണ് ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. യെസ്, പോരുന്നുണ്ട്. പോരട്ടെ, സാമ്പിളിംഗ് നമ്മൾ എപ്പോഴും റിസർച്ചിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, അതിൽ തന്നെ സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക് കുറെ ഉണ്ടല്ലോ. കഴിഞ്ഞോ? അതുകൊണ്ടൊക്കെ നമുക്ക് ഇവിടെ എന്താണ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് തന്നിട്ടുണ്ട്. അതുപോലെ ആ സാമ്പിളിംഗ് അതെന്താ മീൻ ചെയ്യുന്നതെന്നും നെക്സ്റ്റ് ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതിൽ പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി ഉണ്ട്, അതേപോലെ സ്ട്രാറ്റിഫൈഡും സിസ്റ്റമാറ്റിക്കും സാമ്പിളിംഗ് ഉണ്ട്. ഇതിൽ ഓരോന്നും അതാത് വെച്ചിട്ട് മാച്ച് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. ഓക്കെ, നമുക്ക് എന്നാ പറ്റിയ ആൻസറിലോട്ട് പോവാട്ടോ. ആരെങ്കിലും ഉണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? ഓക്കെ, സി തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താ വാട്ട് ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷനെ സെവറൽ സബ് പോപ്പുലേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്ട്രാറ്റിഫൈഡും സിസ്റ്റമാറ്റിക്കും എന്ത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗിൽ വരുന്നതാ? പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതല്ലേ. അപ്പൊ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഡിവൈഡ് ഇൻടു നമ്മൾ സെവറൽ സ്ട്രാറ്റാസ് ആയിട്ട് നമ്മുടെ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു പോപ്പുലേഷൻ ഈ സ്ട്രാറ്റേഴ്സ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യും. അതല്ലേ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ നടക്കുന്നത്. ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പിന്നെ സ്ട്രാറ്റിഫൈഡ് പോലെ തന്നെ ഏകദേശം സിമിലാരിറ്റി വരുന്ന ഒരു സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റിയിൽ ഉണ്ട്. അതൊന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ, പിന്നെ ബി വരുന്നത് ഏതാ? പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ ആണോ? ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താ? ക്ലസ്റ്റർ സാമ്പിളിംഗ് പ്രോബബിലിറ്റിയിൽ വരുന്നതല്ലേ? ഞാൻ ചോദിച്ചത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നത്. യെസ്, കോട്ട സാമ്പിളിംഗ് ആണ്. കോട്ട സാമ്പിളിംഗും സ്ട്രാറ്റിഫൈഡ് പോലെ ഏകദേശം സിമിലർ ആണ്. ഇതുപോലെ തന്നെ ഓരോ കോട്ടാസ് അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, പക്ഷെ ആ ഒരു സ്ട്രാറ്റിഫൈഡിലേക്ക് രണ്ടിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സ്ട്രാറ്റിഫൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു
ബ്രേക്ക് ഉണ്ടോ? സ്ട്രാറ്റിഫൈഡിലേക്ക് വരുമ്പോ സോറി. ഓക്കെ, അപ്പൊ സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോ എന്താണ്, നമ്മൾ ആ ഓരോ സ്ട്രാറ്റാസ് നമ്മൾ എടുക്കുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ കോട്ട സാമ്പിളിംഗിൽ എത്തുമ്പോൾ എന്താണ്, കോട്ട സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ റാൻഡം ഒന്നല്ല, നമ്മൾ നോൺ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കോട്ട സാമ്പിളിംഗ് ഇല്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പോപ്പുലേഷനെ ഒരു സബ് പോപ്പുലേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ദാറ്റ് ഇൻഡിവിജ്വലി ഹോമോജിനസ് ആയിട്ടുള്ള ഇതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിൽ നമ്മൾ സിമ്പിൾ റാൻഡം വഴി ചൂസ് ചെയ്യും. നമ്മൾ ജെൻഡർ ആണെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന് വെച്ചാൽ 2 സ്റ്റാറ്റാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ മെയിൽ എന്നുള്ള ഇതിന് നമ്മൾ സിമ്പിൾ റാൻഡം വഴി നമുക്ക് എത്ര ആൾക്കാരെയാണോ, നമുക്ക് എത്ര സാമ്പിൾസ് ആണ് നമുക്ക് വേണ്ടത് അവരെ സെലക്ട് ചെയ്യും. അതേപോലെ മറ്റേ മെയിൽ എന്നുള്ള ആ ഒരു സ്ട്രാറ്റയിൽ നമ്മൾ അതേപോലെ സെലക്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ യൂണിവേഴ്സിലെ എല്ലാ ഐറ്റത്തിനും, അതായത് പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനും ഈക്വൽ ചാൻസസ് ഓഫ് ഇൻക്ലൂഷൻ ഉണ്ട്. ആ സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈക്വൽ ചാൻസ് എല്ലാ സാമ്പിൾസിനും ഉണ്ട്, അല്ല പോപ്പുലേഷനിലുള്ള എല്ലാ ഐറ്റംസിനും ഉണ്ട്. പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്താ, എവറി nth ഐറ്റം, അതായത് ഒരു 100 പേര്, നമ്മുടെ പോപ്പുലേഷനിൽ ടോട്ടൽ 100 പേരാണ് ഉള്ളതെങ്കിൽ ആ 100 പേരിൽ എവറി 6th മെമ്പർ വിൽ ബി സെലക്ടഡ്, അല്ലെങ്കിൽ എവറി 7th സാമ്പിൾ വിൽ ബി സെലക്ടഡ് ആസ് ആ സാമ്പിൾ. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, അത് ഒരു കൈൻഡ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. പിന്നെ നോൺ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, procedure which does not afford any basis to estimate the probability that each item in the population has chance of being included in the sample. അതായത് നോൺ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സാധ്യത അവിടെ ഇല്ല, എല്ലാവർക്കും എല്ലാ സാമ്പിൾസും ചൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ല, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അതിനെ നോൺ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പോരട്ടെ? നമ്മൾ ഇതില് കുറച്ച് സൈറ്റേഷൻസ്, നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സൈറ്റേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ സൈറ്റേഷൻസ് ഒക്കെ ആ ഒരു ഇത് എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. പോരട്ടെ. കഴിഞ്ഞോ? എല്ലാവരും ഒരേ ഓപ്ഷൻസ് തന്നെ പറയുന്നുണ്ട്. ആൻസറിലേക്ക് പോയാലോ? കുറച്ച് എബ്രിവേഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ മീനിങ് എന്താന്നുള്ളത് നോക്കണം. അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരത്തിലോട്ട് പോവാം. ഇനി ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ, ആൻസേഴ്സ് വരുന്നുണ്ടല്ലോ, കുഴപ്പമില്ല, നമുക്ക് പോവാം. ഓക്കെ, ആസ് എവരിവൺ ടോൾഡ് ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതില് എന്താണ്, വിഡ് ഓർ വൈഡ്, പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. വിഡ് ഓർ വൈഡ് അല്ലെങ്കിൽ VID ഓർ VIDE എന്ന് പറയുന്നത് എന്താണ്, സി ഓർ റെഫർ ടു, ആ ഒരു പ്രീവിയസ്ലി നമ്മൾ മെൻഷൻ ചെയ്ത ആ ഒരു ഇതിനെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ മുന്നത്തേത് ഇത് അതിനെ ആ ഒരു ഓർഡർ ചെയ്ത് നമ്മൾ അതിനെ റെഫർ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് വിഡ് ഓർ വൈഡ് എന്നുള്ളതിന് വരിക. പിന്നെ OP.CIT, ഓപ്സിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദ വർക്ക് സൈറ്റഡ്, നമ്മൾ പ്രീവിയസ്ലി മെൻഷൻ ചെയ്ത ആ ഒരു വർക്കിൽ ഉള്ള സെയിം സാധനമാണ് എന്നുള്ള ഒരു മീനിങ് ആണ് OP or CIT വരുന്നത്. പിന്നെ
IDM ഇഡർ ഇഡം ഐഡം എന്ന് പറയുന്നത് ദ സെയിം. ആ മുന്നേ നമ്മൾ മെൻഷൻ ചെയ്ത ആ ഓദറിനെ തന്നെയാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു വർക്കിനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദ സെയിം എന്നൊരു മീനിങ് ആണ് ഇതിനുള്ളത്. പിന്നെ ഇബിഡ് ഓർ ഇബിഡം അങ്ങനെ പറയുമോ എനിക്കറിയില്ല. ഇബിഡ് ഓർ ഇബിഡം എന്ന് പറയുന്നത് സെയിം വർക്ക് സൈറ്റഡ് ജസ്റ്റ് അബവ്, നമ്മൾ ജസ്റ്റ് അബവ് സൈറ്റ് ചെയ്ത ആ സെയിം വർക്കിലുള്ള ആ ഒരു കൊട്ടേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇത് റെഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു മീനിങ് ആണ്. ഇത് എല്ലാത്തിനും ഏകദേശം ഒരു സിമിലർ മീനിങ് ആട്ടോ വരുന്നത്. ഈ ഒരു വിഡോർ വൈഡ് എന്ന് പറയുന്നത് ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോഴ്സിനെ റെഫർ ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ് ഫസ്റ്റത്തെ എ വരുന്നത്. പിന്നെ OPCIT അതായത് ബി വരുന്നത് ഇൻ ദി വർക്ക് സൈറ്റഡ്, അതായത് ആ ഒരു സെയിം വർക്ക് തന്നെ, പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി എബവ് ഉള്ള ആ വർക്ക് അല്ല, പക്ഷെ അതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓദറിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഡോർ ഇഡം എന്ന് പറയുന്നത് ദ സെയിം, ആ സെയിം സാധനം തന്നെയാണ്. പിന്നെ ഇബിഡ് ഇബിഡം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് എബവ് കോട്ട് ചെയ്ത ആ ഒരു വർക്കിനെ തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്. അപ്പോ അതാണ് ആ ഒരു കുറച്ച് എബ്രിവിയേഷൻസ് ആണ് അതിന്റെ മീനിങ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ 9th ക്വസ്റ്റ്യൻ വരുന്നത്. Which of the following is not a basic postulate with regard to scientific method? Scientific method ന് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. എവിടെ കാണാത്ത? യെസ്, ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. പറട്ടെ പറട്ടെ പറട്ടെ. സയന്റിഫിക് മെത്തേഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മാച്ച് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് സയന്റിഫിക് മെത്തേഡ് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്താ വന്നിരിക്കുന്നത്? ഇറ്റ്സ് മെത്തഡോളജി ഈസ് മെയ്ഡ് നോൺ ടു ഓൾ കൺസേൺഡ് ഫോർ ക്രിട്ടിക്കൽ സ്ക്രൂട്ടിനി. It utilizes relevant concepts. It is not committed to only objective considerations. It aims at formulating most general axioms or what can be termed as scientific theories. ഇങ്ങനെ കുറച്ച് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്, 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ആ ഒരു സയന്റിഫിക് മെത്തേഡിന്റെ റിഗാർഡായിട്ട് അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് സയന്റിഫിക് മെത്തേഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ അതെന്താണ്? ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ട്രാൻസ്പെറന്റ് ആവണം, പിന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, പിന്നെ ഇതൊരു നമ്മൾ പഠിച്ചിട്ട് ഇതൊരു ജനറൽ തിയറിയിലേക്ക് പോകണം, പിന്നെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് ആൻസറിലോട്ട് പോവാം. ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് ഓപ്ഷൻ സി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് കമ്മിറ്റഡ് ടു ഓൺലി ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻസ്. ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻസിന് മാത്രം, ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻസിന് മാത്രം കമ്മിറ്റ് ചെയ്തിരിക്കുന്നതല്ല സയന്റിഫിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. അല്ല, ഇതിനൊരു ബേസിക് പ്രിൻസിപ്പിളില് വരുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി ആണ്. ഒബ്ജക്റ്റിവിറ്റി അല്ലേ, അതായത് എന്താണ്, അത് ബയാസ്ഡ് ആവരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം സയന്റിഫിക് മെത്തേഡിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് എന്താണ്, അത് ഒബ്ജക്റ്റീവ് ആയിരിക്കണമെന്നില്ല എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. അപ്പൊ അത് എന്തായാലും തെറ്റുത്തരാണ്. അപ്പൊ അതാണ് നമ്മുടെ ശരിയുത്തരായിട്ട് വരുന്നത്. പിന്നെ ഫസ്റ്റ് വൺ എന്താ? ഇറ്റ്സ് മെത്തോളജി ഈസ് മെയ്ഡ് നോൺ ടു ഓൾ കൺസേൺ ഫോർ ക്രിട്ടിക്കൽ സ്ക്രൂട്ടിനി. അതും ഒരു ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ ട്രാൻസ്പെറൻസി പറഞ്ഞില്ലേ, ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോ എല്ലാവർക്കും നമുക്കിത് വേറൊരു റിസർച്ചർക്ക് വേണമെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനും ഇതിന്റെ മെത്തഡോളജി പിന്നെ യൂസ് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഒരു സയന്റിഫിക് മെത്തേഡിലുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് യൂട്ടിലൈസസ് റെലവെന്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ക്ലിയർ കോൺസെപ്റ്റ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എല്ലാ കോൺസെപ്റ്റ്സും റെലവെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു മീനിങ് ആണ്.
പിന്നെ it aims at formulating most general axioms of what can be termed as scientific theories എന്ന് പറയുമ്പോൾ എന്താണ് സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ജനറൽ തിയറിയിലേക്ക് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് തിയറീസിലേക്കാണ് പോകുന്നത്. അപ്പൊ അതും ഇതിനൊരു ബേസിക് പ്രിൻസിപ്പിളിൽ വരും. അപ്പൊ സി എന്ന് പറയുന്നത് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു മെയിൻ പോയിന്റ് ഒബ്ജക്ടിവിറ്റി ആയിരിക്കണമെന്നില്ല എന്നാണ് സി പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സി എന്ന് പറയുന്നത് എന്താണ് റോങ് ആൻസർ, അല്ലെങ്കിൽ അതിലുള്ള സയന്റിഫിക് മെത്തേഡ് റിലേറ്റ് ചെയ്തിട്ടല്ലാത്ത ഒരു ഓപ്ഷൻ ആയിട്ട് സി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. Okay, deliberate sampling is also known as what? That's our question. ഇതിൽ snowball sampling ഉണ്ട്, purposive or probability sampling, quota sampling, purposive or non-probability sampling. Non-probability sampling. Yes. പോരുന്നുണ്ട്. Yes, നമുക്ക് snowball sampling എന്ത് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ആ? അതൊരു കൈൻഡ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് അല്ലേ? അതുപോലെ കോട്ട സാമ്പിളിംഗ് എന്താ? നോൺ പ്രോബബിലിറ്റി ആണ്. പിന്നെ പെർപ്പസീവ് നമുക്ക് ബിയും ഡിയും സിമിലർ ഓപ്ഷൻസ് തന്നെ തന്നിട്ട് അതിൽ നോൺ പ്രോബബിലിറ്റിന്നും പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. ഇതിൽ ഡെലിബറേറ്റ് സാമ്പിളിംഗ്, ഡെലിബറേറ്റ്ലി മനഃപൂർവ്വമായിട്ടുള്ള അങ്ങനത്തെ ഒരു മീനിങ്. ഡെലിബറേറ്റ് സാമ്പിളിങ്ങിന് വേറൊരു പേരെന്ത് എന്നാണ് ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാരും ഉത്തരം പറ. Come on. ഒമ്പത് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഒരു മിനിറ്റ്. ഓപ്ഷൻ സി ആട്ടോ. ഇറ്റ് ഈസ് നോട്ട് കമ്മിറ്റഡ് ടു ഓൺലി ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻസ്. ഓക്കെ, ഇതിന്റെ കഴിഞ്ഞോ? പറയടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഓപ്ഷൻസ് ഒന്നും വരാനില്ല, ആൻസേഴ്സ് വരാനില്ല എന്ന് തോന്നുന്നു. പറഞ്ഞു. ഓക്കെ, നമുക്ക് ഉത്തരത്തിലോട്ട് പോവാട്ടോ. പോരുന്നുണ്ടല്ലോ. പോരട്ടെ. നമുക്ക് എന്തായാലും നേരത്തെയാണ് ഇന്നലെ ലേറ്റ് ആയി പോയായിരുന്നു. ഓക്കെ, നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പെർപ്പസീവ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇതില് എന്താണ് പെർപ്പസീവിന് വേറൊരു പേര് കൂടി ഉണ്ട്. എന്താ? പെർപ്പസീവ് സാമ്പിളിംഗിന്റെ നോൺ പ്രോബബിലിറ്റിയിൽ വരുന്ന ഒരു 4 ടൈപ്സ് ഓഫ് മെയിൻ ആയിട്ടുള്ള ഒരു 4 ടൈപ്സ് ഓഫ് സാമ്പിളിംഗിൽ വരുന്നതാണ് ഈ പെർപ്പസീവ്, കോട്ട, സ്നോബോൾ, കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നത്. പെർപ്പസീവിന് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്നും കൂടെ പറയും. അതായത് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയും. പെർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ട് തോന്നുന്ന ഒരു സാമ്പിളിനെ ഒരു എന്തെങ്കിലും എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചറിന്റെ തന്നെ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആ ഒരു സാമ്പിളിനെ അവർ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നു നോൺ റാൻഡം ആയിട്ട്. അതുകൊണ്ടാണ് അത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പൊ അത് ഡെലിബറേറ്റ് സാമ്പിളിംഗ് ആണ്. നമ്മൾ റിസർച്ചർ മനഃപൂർവ്വമായിട്ട് അയാളുടെ ഇഷ്ടത്തിന് ഏറ്റവും അൺയൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നു. അതാണ് ഡെലിബറേറ്റ്ലി എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ് അല്ലേ വരിക. അപ്പൊ അതാണ് പെർപ്പസീവ് നോൺ പ്രോബബിലിറ്റീസിൽ വരുന്നത്. പിന്നെ പെർപ്പസീവ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്, പെർപ്പസീവ് എന്ന് പറയുന്നത് എന്താ? ഒരിക്കലും പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല. പിന്നെ കോട്ട സാമ്പിളിംഗ് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കോട്ട സാമ്പിളിംഗ് എന്താണ്? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിന്റെ വേറൊരു വകഭേദമാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കോട്ടാസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റാസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ജെൻഡറോ എന്തെങ്കിലും ഇൻകമോ ഹൈറ്റോ വെയിറ്റോ എന്തെങ്കിലും നമ്മളൊരു ക്രൈറ്റീരിയന്റെ ബേസിസിൽ നമ്മൾ ഓരോ സ്ട്രാറ്റാസ് ആക്കും. ആ സ്ട്രാറ്റാസിന് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നോൺ റാൻഡം ആയിട്ട് നമ്മളുടെ ആ ഒരു ഇത്ര സാമ്പിൾസ് എത്തുന്നവരെ നമ്മൾ അതിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യും. അതാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതും നോൺ പ്രോബബിലിറ്റി ആണ്. സ്നോബോൾ സാമ്പിളിംഗ് എന്താ? നമുക്ക് ഓൾറെഡി ഒരു 2 പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ 2 സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്ത് അവർ ത്രൂ നമ്മൾ വേറെ കുറച്ച് ആൾക്കാർ റിക്രൂട്ട് ചെയ്യും. പിന്നെ അവർ ത്രൂ നമ്മൾ വേറെ ആളെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ
പോയി നമുക്ക് എത്ര 100 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ സാമ്പിൾസിനെ അങ്ങനെ നമ്മളുടെ ഓരോ സാമ്പിൾസ് വഴി തന്നെ കണക്ട് ചെയ്ത് പോകും. അതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. 9th ക്വസ്റ്റൻ അല്ലേ? ഇതാണ് 9th ക്വസ്റ്റൻ ഇവിടെ. എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? ഓക്കെ. എന്താണ് സയന്റിഫിക് മെത്തേഡിന്റെ താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത് ഡൗട്ട് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ സയന്റിഫിക് മെത്തേഡിൽ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലെ ബേസിക് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. അത് എന്താണ് സയന്റിഫിക് മെത്തേഡിൽ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, പിന്നെ ക്ലിയർ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അതായത് അൺബയാസ്ഡ് ആയിരിക്കണം, പിന്നെ ഈ ഒരു യൂസ് ചെയ്ത് നമ്മൾ ഒരു ജനറൽ തിയറിയിലേക്ക് അല്ലെങ്കിൽ സയന്റിഫിക് തിയറിയിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതില് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ അതിൽ വരുന്നുണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് ക്ലിയർ കോൺസെപ്റ്റ്സ്, റെലവെന്റ് കോൺസെപ്റ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നൊക്കെ വരുന്നുണ്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സയന്റിഫിക് തിയറീസും വരുന്നുണ്ട്. ഓപ്ഷൻ സിയില് അത് ഒബ്ജക്റ്റീവ് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി മാത്രമല്ല സയന്റിഫിക് മെത്തേഡിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്നാണ് സി പറയുന്നത്. അത് തെറ്റാണ്. കാരണം ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് സയന്റിഫിക് മെത്തേഡിന്റെ ഒരു മെയിൻ എലിമെന്റ് ആണ്. ഓക്കെ അല്ലേ? തേർഡ് 1 2 3 1 2 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഫീൽഡ് റിസർച്ചിൽ അപ്ലൈ ചെയ്യാനുള്ളത്? ഇതില് ഡോക്യുമെന്റ്സ് ഫീൽഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഫീൽഡിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു എന്നല്ലേ ഫീൽഡ് റിസർച്ചിൽ വരിക. അപ്പോ അതില് ഈ ഡോക്യുമെന്റ്സ് അനലൈസ് ചെയ്യാൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ സെക്കൻഡറി അല്ല, നമുക്ക് ഫീൽഡ് റിസർച്ച് ആണ് പ്രൈമറി ഡാറ്റയാണ് അതിൽ വരാം. ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂ എന്നുള്ളതാണ് അതിൽ മെയിൻ ഇതായിട്ട് വരിക. സ്മോൾ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് വേഗ് ആയതുകൊണ്ട് അത് ഒരു കൺട്രോൾഡ് സെറ്റിംഗിൽ ചെയ്യുന്നതാണ്. അപ്പൊ സി ആണ് വരിക. പിന്നെ ഇതെന്താ കണ്ടന്റ് അനാലിസിസ് റിലേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. പിന്നെ അതില് റെപ്ലിക്കേഷൻസ് ഫോളോ അപ്പ് സ്റ്റഡീസും നോട്ട് ഫീസിബിൾ അല്ല. അതില് കണ്ടന്റ് അനാലിസിസ് റെപ്ലിക്കേഷൻസ് ഫോളോ അപ്പ് സ്റ്റഡീസ് ഒക്കെ ഫീസിബിൾ ആണ്. പിന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ അനാലിസിസ്, അതായത് ഓരോ 2000-2005 വരെയുള്ള ട്രെൻഡ് എങ്ങനെയായിരുന്നു, 2005 to 2010 എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടന്റ് അനാലിസിസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ് ഇൻഫർമേഷൻസ് ആണെങ്കിലും നമുക്ക് അത് കണ്ടന്റ് അനാലിസിസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വൈ നോട്ട് ഡി എന്ന് ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ആണെങ്കിൽ നമ്മള് അതില് എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ ആണ് കുറച്ചും കൂടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ആ ഒരു ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു വേഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലൈക്ക് അത് ഒരു നാച്ചുറൽ സെറ്റിംഗ്സിൽ എപ്പോഴും പോസിബിൾ ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ട് നമ്മൾ ഒരു ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ട് ചെയ്യുന്നതിലും എല്ലായിടത്തും ഇന്റർവ്യൂ വഴി ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഫീൽഡ് റിസർച്ചിൽ അപ്ലിക്കബിൾ ആയിട്ട് വരിക. മറ്റ് ഓപ്ഷൻ ഡിയിൽ കുറച്ചും കൂടി ഒരു കൺട്രോൾഡ് സെറ്റിംഗ്സിന്റെ ഒരു വൈബിലാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി അല്ലാത്തത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നമുക്ക് ലിസ്റ്റ് 1 പോപ്പുലേഷൻ മീൻ തന്നിട്ടുണ്ട്. പിന്നെ മീൻ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ സിഗ്മ xi സ്ക്വയർ ബൈ n, അതായത് മീനിന്റെ ഓരോ എലിമെന്റ്സിന്റെയും സ്ക്വയേഴ്സ് ബൈ ആവറേജ്. അപ്പൊ അങ്ങനെ ഒരു മീൻ ഓഫ് സ്ക്വയേഴ്സും പോപ്പുലേഷൻ മീനും നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ 4 5 6 കാണിക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് അതില് മാച്ച് ചെയ്യാനാണ് ചോദ്യം. അപ്പൊ നമ്മളുടെ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോ പോപ്പുലേഷൻ വേരിയൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. പോപ്പുലേഷൻ വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ മീൻ ഓഫ് സ്ക്വയേഴ്സ് മൈനസ് പോപ്പുലേഷൻ മീൻ സ്ക്വയർ. ഈ മീൻ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താ,
ഈ സിഗ്മ xi സ്ക്വയർ ബൈ n, പിന്നെ അതേപോലെ പോപ്പുലേഷൻ മീൻ സ്ക്വയർ, അത് മൈനസ് പോപ്പുലേഷൻ മീൻ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിഗ്മ സ്ക്വയർ, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് ഈ സാധനം വരും. റൂട്ട് ഓഫ് ഈ സിഗ്മ xi സ്ക്വയർ ബൈ n മൈനസ് പോപ്പുലേഷൻ മീൻ ഹോൾ സ്ക്വയർ. അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് നോക്കുമ്പോ ഇപ്പൊ നമുക്ക് റൂട്ട് ഓഫ് ഫസ്റ്റ് റൂട്ട് ഓഫ് 61 മൈനസ് 5 സ്ക്വയർ നോക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 61 മൈനസ് 25 വരും. അപ്പൊ റൂട്ട് ഓഫ് 36 വരും. 36ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താ? 6 ആണ്. 6 into 6 അല്ലേ 36. അതുപോലെ തന്നെ സെക്കൻഡിൽ വരുമ്പോൾ നമുക്ക് 49 കിട്ടും. അപ്പൊ 7 into 7 49 വരും. സി നോക്കുമ്പോൾ നമുക്ക് 64 കിട്ടും. 8 into 8 ആണ് 64 വരിക. അതുപോലെ ഡി നോക്കുമ്പോൾ നമുക്ക് 81 വരും. അങ്ങനെയാണ് അതിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ റൂട്ട് ഓഫ് 61 മൈനസ് 25 36 വന്നു, 6 വരും. അങ്ങനെ അപ്പൊ ഇക്വേഷൻ വേരിയൻസിന്റെ ഇക്വേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് മൈനസ് മീൻ സ്ക്വയർ. പിന്നെ 4, 5, 6 4, 5, 6 എക്സ്പ്ലെയിൻ ചെയ്യാനാണോ ജസ്റ്റ് നൗ? ഫോർ ഫൈവ് സിക്സ് നമ്മള് ഓക്കെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് ഓരോന്നിനെയും മാറ്റി അതിൽ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ? റിസർച്ച് പേപ്പറിന്റെ ബോഡി നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ എഴുതാനുള്ളതാണ് ചോദ്യം. അതില് എന്താണ് ഫസ്റ്റ് ആബ്സ്ട്രാക്ട് വരും. ഇതല്ലേ ഉത്തരം വരിക? ഫസ്റ്റ് ആബ്സ്ട്രാക്ട് വരും, ഇൻട്രൊഡക്ഷൻ വരും, പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെത്തഡോളജി പാർട്ട് വരും, റിസൾട്ട് വരും, കൺക്ലൂഷൻ വരും. പിന്നെ ഓക്കെ, അതാണ് 1, 2, 3, 4, 5 വരുന്നത്. ഓക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ 6th എന്ന് പറയുമ്പോൾ ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് ടോപ്പിക്സ് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ഏതാണ് എന്നാണ്. ഇതില് പബ്മെഡ് കൊടുത്തിട്ടുണ്ട്, ജിയോറെഫ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പബ്മെഡ് ആണ് ഉത്തരം വരുന്നത്. EI നമ്മൾ പറഞ്ഞ ഓപ്ഷൻ എ, EI കോമ്പറ്റൻസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് റിസർച്ച് റിലേറ്റഡ് വരുന്നതാണ്. പിന്നെ ബി എന്ന് പറയുന്നത് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അത് റിലേറ്റഡ് വരും. സി എന്ന് പറയുന്നത് ജിയോളജി റിലേറ്റഡ് വരും. ഡി എന്ന് പറയുന്നത് മാത്സ് റിലേറ്റഡ് ആണ് അത് വരാം. ഓക്കെ അല്ലേ? എല്ലാവരും ഡൗട്ട് ചോദിച്ചതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നിർത്തിക്കോട്ടെ, നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്താലോ? 9:57, 10 ആയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. യെസ്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.